അതെ, നോക്കണ്ടത് നമ്മുടെ സ്വന്തം പുല്ലൻ തന്നെയാണ് കേട്ടോ. അപ്പം കൂടുതൽ പേര് മുള്ള് കാരണം ഇത് യൂസ് ചെയ്യാറില്ല. പക്ഷെ പുല്ലൻ്റെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്ക്, അടിപൊളിയാണ്. ഈ മസാല അടിപൊളിയാണ്. അപ്പം നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത് വന്നാ കേട്ടോ. ഇന്നിപ്പം അപ്പുക്കുട്ടനും അപ്പയും കൂടെ ചൂണ്ടയിടാൻ പോയപ്പോഴത്തേനും കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. 3-4 പുല്ലനുണ്ടായിരുന്നു, കുറച്ച് കുഞ്ഞുമീനൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ചെണ്ണം നമ്മൾ വളർത്തുന്ന മീൻ തീറ്റ കൊടുത്തു, ബാക്കി ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം പുല്ലൻ നന്നായി വെട്ടി വൃത്തിയാക്കി വെക്കുക. അതിലേക്ക് മസാലയ്ക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് സ്പെഷ്യലായിട്ട് പുളിയില എടുത്തിട്ടുണ്ട്, വാളംപുളിയുടെ ഇല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, കുറച്ചേറെ വെളുത്തുള്ളി, ആവശ്യത്തിന് കാന്താരി. കാന്താരി കണ്ടിട്ട് കുറവാണെന്നൊന്നും വിചാരിക്കേണ്ട, നല്ല മൂത്ത കാന്താരിയാണ്, നല്ല എരിവാണ്. ഇതിപ്പോൾ മീനെല്ലാം കൂടെ വെട്ടിയെടുത്തപ്പോൾ തന്നെ 1 കിലോ എടുത്തുണ്ട്. വലിയ പുല്ലനാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ളതാണ്. കൂട്ടത്തിലെല്ലാം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, മീൻ നന്നായിട്ട് അടുപ്പിച്ചാണ് നമ്മൾ വരഞ്ഞു വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ വരയുമ്പോഴത്തേനും എൻ്റെ മുള്ള് കട്ടായിട്ട് ഇപ്പം കഴിക്കുമ്പം ഇങ്ങനെ കുത്തിക്കയറത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് അടുപ്പിച്ച് വരയുക. എന്നിട്ട് നല്ല വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുക കേട്ടോ. അതിലൊക്കെ ശരി, നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. ഒപ്പം തന്നെ കൂട്ടത്തിൽ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിലേ അന്നിടുന്ന വീഡിയോ അന്നേരം നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്യാമറാമാൻ കൊച്ചായിരുന്നു, മറിച്ചിട്ട് എണ്ണ പൊട്ടിത്തെറിച്ച് പറഞ്ഞ് ഓടിയതാ ക്യാമറ അകന്നു പോയത് കേട്ടോ. അപ്പം 2 സൈഡും നന്നായി വേവിച്ചെടുക്കാം. ഇത് അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ചെയ്ത മസാലയിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട മസാലയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ.